നമുക്കറിയാം, ലോക ക്രിക്കറ്റിലെ ചിരവൈരികളാണ് ഇന്ത്യയും പാകിസ്ഥാനും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഇരു ടീമിന്റെയും മത്സരത്തിലേക്ക് പ്രതിഫലിക്കുമ്പോൾ കേവലം ക്രിക്കറ്റ് മത്സരം എന്ന തലത്തിലേക്ക് മത്സരത്തിന്റെ ആവേശം ഉയരുകയാണ്. വൈകാരികമായി മത്സരം മാറുമ്പോൾ ജയപരാജയങ്ങൾ അഭിമാന പ്രശ്നമായി തീരുന്നു. എന്നാൽ നിലവിൽ ഇരു ടീമിന്റെയും മത്സരങ്ങൾ ICC ടൂർണമെന്റുകളിൽ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇരു ടീമും തമ്മിലുള്ള പരമ്പരകൾ നിർത്തിവച്ചിട്ട് നാളുകൾ ഏറെയായി. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായത്. ഇരു ടീമും തമ്മിലുള്ള പരമ്പരയ്ക്കായിട്ടുള്ള ശ്രമങ്ങൾ ഏറെ നാളുകളായി നടക്കുകയാണെങ്കിലും ഒന്നും തന്നെ തീരുമാനത്തിലേക്ക് എത്തിയതുമില്ല. ഇപ്പോഴിതാ ഇന്ത്യ പാകിസ്ഥാൻ പരമ്പരയ്ക്ക് വേദി ഒരുങ്ങാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓസ്ട്രേലിയയിൽ വെച്ച് മത്സരം നടത്തുവാനാണ് പദ്ധതി. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ മധ്യസ്ഥതയിൽ മത്സരം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ CEO നിക് ഹോക്ലിയാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണമായിട്ടില്ലെങ്കിലും ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് നിക് സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നേരത്തെ തന്നെ ഇതിനോട് താല്പര്യം അറിയിച്ചതുമാണ്. ഇന്ത്യയുമായി ഏതു വേദിയിലും പരമ്പര കളിക്കുവാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയതാണ്. എന്നാൽ BCC ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ട്രൈ നാഷൻ പരമ്പരയ്ക്കായി മത്സരം നടത്തുവാൻ സാധിക്കുമോ എന്നതാണ് ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഏറെ നാളുകളായി ട്രൈ നാഷൻ പരമ്പര ICC നടത്താറില്ല. ഇപ്പോൾ അത്തരം പരമ്പരകൾ കളിക്കുന്നതും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ട്രൈ നാഷൻ പരമ്പരയ്ക്കുള്ള സാധ്യതകൾ എങ്ങനെയാവുമെന്ന് കണ്ടുതന്നെ അറിയണം. ഇന്ത്യയും പാകിസ്ഥാനും ഓസ്ട്രേലിയയും ഉൾപ്പെടുന്ന പരമ്പര വന്നാൽ മത്സരം കാണുവാൻ ആരാധകർക്ക് വലിയ ആവേശമുണ്ടാവും. വലിയ ലാഭം എല്ലാ ക്രിക്കറ്റ് ബോർഡിനും ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ മത്സരം നടന്നാൽ വലിയ ആരാധക പിന്തുണയും ഉറപ്പാണ്. എന്നാൽ ഇത് നടക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാൻ വേദിയായാൽ ഇന്ത്യ കളിക്കില്ലെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിലുള്ള വാക്പോരാട്ടം ഇരു ക്രിക്കറ്റ് ബോർഡും തമ്മിൽ നടക്കുന്ന സമയത്ത് ഇത്തരമൊരു പരമ്പര കളിക്കാനുള്ള അനുമതി സർക്കാർ തലത്തിൽ ലഭിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരമ്പരകൾ വീണ്ടും ആരംഭിക്കണമെന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. BCCയുടെയും സർക്കാരിന്റെയും എതിർപ്പാണ് ഇന്ത്യ പാക് പോരാട്ടത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് തന്നെ. ICC ടൂർണമെന്റിലെ ഇന്ത്യ പാക് മത്സരങ്ങളുടെ ടിക്കറ്റുകളെല്ലാം വളരെ വേഗത്തിൽ വിറ്റുപോവുകയും സീറ്റുകളെല്ലാം നിറഞ്ഞുമായിരിക്കും ഉണ്ടാവുക. അത്രത്തോളം മത്സരം കാണുവാൻ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇരു ടീമുകളും തമ്മിലുള്ള പരമ്പരകൾ നടക്കുവാൻ വളരെ വിരളമായ സാധ്യത മാത്രമാണുള്ളത്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ തോൽപ്പിച്ച് കിരീടത്തിലേക്ക് എത്തുവാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നു. 2021 T20 ലോകകപ്പിലും ഇന്ത്യയെ 10 വിക്കറ്റിന് പാകിസ്ഥാൻ തോൽപ്പിച്ചു. ലോകകപ്പിൽ ബാക്കി എല്ലാ മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുമായിട്ടുള്ള മത്സരം നടത്തുവാൻ പാക് ടീം കൂടുതൽ താല്പര്യം കാട്ടുന്നതിന് കാരണം സാമ്പത്തിക ലാഭം തന്നെയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ടാണ് BCC പരമ്പരയ്ക്ക് തയ്യാറാവാത്തത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോലും ഇന്ത്യ പാക് പരമ്പരയില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം.